360 ക്യാമറ ഇൻസ്റ്റാളേഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെ പറയാം, അതിൻ്റെ കാലിബ്രേഷൻ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ കൃത്യമായ കാലിബ്രേഷൻ ചെയ്താലേ ഒരു 360 ഡിഗ്രി ക്യാമറയുടെ യഥാർത്ഥ ഗുണം നമുക്ക് കിട്ടുകയുള്ളൂ. നമുക്ക് യാത്ര ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഓരോ ഓപ്ഷനും നമുക്ക് കൃത്യമായിട്ട് കാണാം. ഇതുപോലെ നമുക്ക് ബാക്ക് ക്യാമറ നമുക്ക് ഫുള്ളായിട്ട് നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കും. പിന്നെ നമുക്ക് പ്രത്യേകിച്ചുള്ളൊരു ഗുണം 3 സൈഡും നമുക്കിത് ഇതുപോലെ കാണാൻ സാധിക്കും. പിന്നെ നമുക്ക് കാറിൻ്റെ 3D വ്യൂ, ഇതാണ് കാറിൻ്റെ ഒരു 3D വിഷൻ. അപ്പോൾ നമ്മളൊന്ന് മാരുതിയുടെ ഏറ്റവും പുതിയ വാഹനമായ വാഗണറിലേക്കാണ് നമ്മൾ 360 ഡിഗ്രി ക്യാമറ നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനുള്ള വർക്കുകൾ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓൺഗിയോയുടെ ആൻഡ്രോയിഡ് സിസ്റ്റവും അതുപോലെ തന്നെ മോക്കയുടെ ക്യാമറയും കാര്യങ്ങളെല്ലാം വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ 360 ഡിഗ്രി ക്യാമറയുടെ ഇൻസ്റ്റാളേഷൻ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വാറണ്ടി പോകാതെ വയർ കട്ടിങ് ഇല്ലാതെ തന്നെ പ്ലഗ് ഇൻ പ്ലേ കപ്ലറുകളും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് തന്നെ നമ്മുടെ ക്യാമറകളും കാര്യങ്ങളെല്ലാം നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പോവാണ്. കമ്പനി വരുമ്പോൾ ഒരു സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം ഈ വാഹനത്തിലുണ്ടായിരുന്നു. ഈ ഒരു സ്റ്റീരിയോ ആണ് ഈ വാഹനത്തിലുണ്ടായിരുന്നത്. അപ്പോൾ അതെല്ലാം നമ്മളിത് ഊരി മാറ്റി ഫ്രണ്ടിലുള്ള സ്പീക്കറുകൾ കാര്യങ്ങളും അതുപോലെ തന്നെ ബാക്കിലേക്ക് പുതിയ സ്പീക്കറുകളും ഇൻഫിനിറ്റിയുടെ കൊയാക്സിൽ സ്പീക്കേഴ്സാണ് നമ്മൾ ഫ്രണ്ടും ബാക്കും സ്പീക്കേഴ്സ് നമ്മൾ പിടിപ്പിക്കുന്നത്. അതെല്ലാം നമ്മൾ കപ്ലറും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് തന്നെയാണ് പുതിയ ഫ്രെയിം കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഓരോ ക്യാമറയ്ക്കും അതാത് കളർ കോഡിലുള്ള പ്ലഗുകളാണ് വരുന്നത്. ഒരു ക്യാമറ പോലും വയർ കട്ടിങ്ങോ ഇൻസുലേഷൻ ടപ്പടിക്കോ അതിനുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അതുപോലെ തന്നെ 2 മിററിലേക്ക് ക്യാമറ, ഫ്രണ്ട് ബാക്ക് ക്യാമറ കാര്യങ്ങളെല്ലാം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വാഗണറിലേക്ക് 360 ഡിഗ്രി ക്യാമറയുടെ ഇൻസ്റ്റാളേഷൻ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് 2 സൈഡ് മിറർ നമ്മൾ ഊരി വെച്ചിരിക്കുകയാണ്. 2 സൈഡ് മിററിലും ഓരോ ക്യാമറകൾ നമുക്ക് വരും. അതുപോലെ തന്നെ ഫ്രണ്ടിലും ക്യാമറ, ബാക്കിലും ക്യാമറ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കാട്ടകസാറിൻ്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മാരുതിയുടെ വാഗണറിലേക്ക് ചെയ്യുന്നതിൻ്റെ വർക്കുകളാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഒരു 360 ഡിഗ്രി ക്യാമറ നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ എങ്ങനെ തിരഞ്ഞെടുക്കാം, അത് എത്രത്തോളം രൂപ ചിലവ് വരും, എങ്ങനെയാണ് അതിൻ്റെ ഫിഗ്മെൻറ്റ് കാര്യങ്ങളെല്ലാം വരുന്നത്, എത്ര ക്യാമറകളാണ് അതിൽ വരുന്നത്, എങ്ങനെയെല്ലാം നമുക്കതിൻ്റെ വിഷൻ കിട്ടും എന്നുള്ളതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഈ വീഡിയോയിൽ പറയും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ഇത് അറിയാത്തവരുണ്ട്. അറിയുന്നവർക്ക് വേണ്ടിയുള്ളതല്ല ഈ വീഡിയോ. അറിയാത്ത ഒരുപാട് പേരുണ്ട്. ആദ്യമായൊരു കാർ മേടിച്ച് അതിൽ 360 ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം ക്യാമറകൾ എവിടെ വരും, എങ്ങനെയാണ് ക്യാമറകൾ ഫിറ്റ് ചെയ്യുന്നത്, അപ്പോൾ ഒരു ക്യാമറയുടെ വിഷൻ എങ്ങനെ കിട്ടും, ബാക്ക് ക്യാമറ എത്രത്തോളം കവറേജ് കിട്ടും, ഫ്രണ്ട് ക്യാമറ എത്രത്തോളം കവറേജ് കിട്ടും, അതുപോലെ തന്നെ സൈഡ് മിററിൽ വരുന്ന ക്യാമറകൾ എത്രത്തോളം കവറേജ് കിട്ടും, എന്താണ് 360, എങ്ങനെയാണ് അതിൻ്റെ കാലിബ്രേഷൻ കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ടൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു വാഗണറിലേക്ക് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്കും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. ഇതുപോലെ ചെയ്യാൻ നിങ്ങളുടെ വാഹനങ്ങളിലേക്കും ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളുമായി കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് നമ്മൾ ചെയ്യാൻ പോകുന്ന ക്യാമറയുടെ വയറിങ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. കറക്റ്റ് കൃത്യമായിട്ട് കമ്പനി കൊടുത്തിരിക്കുന്ന സ്ലോട്ടിൽ കൂടെ തന്നെയാണ് ആ കേബിൾ വരുന്നത്. ആ കേബിൾ വരുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അതിൻ്റെ ബാക്കിലൊരു സോക്കറ്റാണ് കേട്ടോ. ഈ ഒരു സോക്കറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ബാക്കിലെ ക്യാമറ നമ്മൾ കണക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ കേബിളിങ് കാര്യങ്ങളെല്ലാം ഇതുപോലെയാണ് അതിൻ്റെ കേബിളെല്ലാം ഉള്ളിൽ കൂടെയാണ്. പുറത്തു കൂടെ സ്ലീവുള്ള നല്ല ഗേജുള്ള വയറിങ് കാര്യങ്ങളാണ് 360 ഡിഗ്രി ക്യാമറയ്ക്ക് വരുന്നത്. ഓരോ സൈഡിലും അതുപോലെയുള്ള ക്യാമറകൾ തന്നെയാണ് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നത്. ബാക്ക് ഡോറിലേക്ക് വാഗണർ വരുമ്പോൾ സ്പീക്കർ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ബാക്ക് ഡോറിലേക്ക് സ്പീക്കർ കാര്യങ്ങളെല്ലാം ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നു. ബാക്ക് ഡോറിലേക്ക് വയറിങ് പോലും വാഗണറിൽ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ബാക്കിലേക്കുള്ള വയറിങ് ചെയ്തിട്ടാണ് നമ്മൾ സ്പീക്കർ നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നത്. ഫ്രണ്ടിലത്തെ സ്പീക്കർ നമ്മൾ ഊരി മാറ്റി. കമ്പനി വരുമ്പോഴുണ്ടായിരുന്ന സ്പീക്കർ ഇതുപോലെയാണ് കമ്പനിയുടെ ഒരു സ്പീക്കർ വന്നിരുന്നത്. അപ്പോൾ ആ ഒരു സ്പീക്കർ നമ്മൾ ഫ്രണ്ട് ഡോറിൽ 2 സ്പീക്കർ നമ്മൾ ഊരി മാറ്റി. കമ്പനി കൊടുത്തിരിക്കുന്ന സ്റ്റീരിയോ നമ്മൾ ഊരി മാറ്റി. ഇനി ക്യാമറകളുടെ വയറിംഗ് ആണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ബാക്കിലെ ഡോറിൻ്റെ സ്പീക്കറിൻ്റെ വയറിംഗ് കൂടെ ഒരാൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം നമ്മൾ ഇതുപോലെ തന്നെ ചെയ്യും. അതുപോലെ തന്നെ ബാക്കിലേക്ക് നമ്മുടെ ക്യാമറയുടെ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നതിൻ്റെ വയറിങ് ബാക്കിലേക്ക് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മളിത് മിററിലേക്ക് ഇതുപോലെ ഹോൾ ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു ക്യാമറ നമ്മൾ പിടിപ്പിക്കുന്നത് കേട്ടോ. സൈഡ് മിററിൽ 2 മിററിലും ഇതുപോലെയാണ് ഇതിൻ്റെ ക്യാമറയുടെ ഫിറ്റിങ്സ് വരുന്നത്. അപ്പോൾ പലരും നമ്മളോട് ചോദിക്കാറുണ്ട് ക്യാമറയുടെ ഹോൾ അടിക്കുമോ അങ്ങനെയുള്ളതൊക്കെ. അപ്പോൾ ഒരു ഹോൾ പോലും നിങ്ങൾക്ക് ഇതിൽ കാണാൻ സാധിക്കില്ല. കറക്റ്റായിട്ട് മെഷർ ചെയ്തിട്ടാണ് ഇതുപോലെയാണ് ഇതിൻ്റെ ക്യാമറയുടെ ഫിറ്റിങ്സ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ 2 സൈഡ് മിററിലെയും വയറിങ്ങും ക്യാമറയുടെ ഫിറ്റ്മെൻറ്റും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്യാമറകളിലേക്ക് വരുന്ന പ്ലഗ് ഇതുപോലെയാണ് സൈഡ് മിററിലേക്ക് വരുന്ന ക്യാമറയുടെ സോക്കറ്റ് വരുന്നത്. അപ്പോൾ നമ്മളത് കേബിളിങ് കാര്യങ്ങളെല്ലാം ഇതുപോലെ ചെയ്ത് കൃത്യമായിട്ട് അതിൻ്റെ കണക്ടറുകൾ കാര്യങ്ങളെല്ലാം സോക്കറ്റ് ചെയ്ത് സൈഡ് മിറർ നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പോകും.
അപ്പോൾ അതായത് ഇതുപോലെയാണ് ഈ ഒരു ക്യാമറ ഇരിക്കുക. ഇത് ചെക്കിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം പ്രസ് ചെയ്ത് ഉള്ളിലേക്ക് കടന്നു പോകും. അപ്പോൾ നമ്മുടെ രണ്ട് സൈഡിലെയും സൈഡ് മിററിൻ്റെ ക്യാമറ നമ്മുടെ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞു. ഇനി അതിൻ്റെ കവർ കാര്യങ്ങളെല്ലാം എടുക്കണം. കമ്പനി കൊടുത്തിരിക്കുന്ന വയർ ഈ ഒരു വയറാണ് കേട്ടോ. ഈ വയറാണ് മിററിലേക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ കേബിൾ കൃത്യമായിട്ട് സ്ലീവുള്ള നല്ല ഗേജുള്ള സ്ലീവുള്ള കേബിളാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ മിററിൽ വയ്ക്കുന്ന ക്യാമറ രണ്ട് സൈഡിലെയും നമ്മുടെ ക്യാമറയുടെ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും വരുന്ന ക്യാമറ കാണിച്ചു തരാം. നമ്മുടെ ഫ്രണ്ട് ക്യാമറ ഈ ഒരു പോർഷനിലായിട്ടാണ് വരിക. അത് ഓരോ വാഹനത്തിൻ്റെയും ബോഡി ഫിനിഷിങ് നോക്കിയിട്ടാണ് നമ്മുടെ ഫിറ്റിങ്സ് വരുന്നത്. ഈ ഒരു വാഹനത്തിന് കറക്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു സ്ഥലം ഫ്രണ്ടിൽ ഇവിടെയാണ് ഈ ക്യാമറയുടെ ഫിറ്റിങ്സ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ക്യാമറ നമ്മൾ നമ്പർ പ്ലേറ്റിന് തൊട്ട് താഴത്തായിട്ടാണ് വാഗണറിൽ നമ്മൾ ഫിറ്റ് ചെയ്തേക്കുന്നത്. ലെഫ്റ്റ് സൈഡിലെ മിറർ നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്ന ക്യാമറ ഈ ഒരു പോർഷനിലാണ് ലെഫ്റ്റ് സൈഡിൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന ക്യാമറ നമ്മൾ ഫിറ്റ് ചെയ്തേക്കുന്നത്. അതുപോലെ നമ്മൾ 4 ക്യാമറയുടെ വയറിങ് കൃത്യമായിട്ട് ഈ ഒരു സ്റ്റീരിയോയുടെ അടുത്തേക്ക് നമ്മൾ കൊണ്ടുവരും. അപ്പോൾ ഒരു യെല്ലോ കേബിൾ മാത്രമാണ് നമുക്കിപ്പോൾ വന്നേക്കുന്നത്. ഇനി നമുക്ക് റെഡ് അതുപോലെ തന്നെ ഓരോ ക്യാമറയുടെയും വയറിങ്, ഈ 4 ക്യാമറയുടെയും വയറിങ് നമുക്ക് ഈ സ്റ്റീരിയോയുടെ ബാക്കിലേക്ക് വരും. കൃത്യമായിട്ട് ആ സ്റ്റീരിയോയുടെ ബാക്കിൽ അതിനുള്ള പ്ലഗിങ് കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം വരുന്നത്. അപ്പോൾ ഈ ഒരു ക്യാമറയുടെ വയറിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ സ്പീക്കറിൻ്റെ സ്പേസർ കാര്യങ്ങളെല്ലാം നമ്മുടെ ഫിഗ്മെൻറ്റ് കാര്യങ്ങളെല്ലാം ചെയ്യും. അതുപോലെ തന്നെ നമ്മളത് ബാക്കിലേക്കുള്ള ക്യാമറ ഡിക്കിമിയാണ് നമ്മുടെ ബാക്കിലേക്കുള്ള ക്യാമറ വരുന്നത്. അപ്പോൾ അതിൻ്റെ ക്യാമറയുടെ വയറിങ്ങും ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതിലേക്കൊരു ഹോൺ, കമ്പനി ഹോൺ മാറ്റി നമ്മളൊരു ഹോൺ കാര്യങ്ങളെല്ലാം നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. സജ്ജന ഹോൺ അടിച്ചേ. അപ്പോൾ ഇതുപോലെയുള്ള ഒരു ബെൻസ് ഹോണാണ് നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്തേക്കുന്നത്. കൂടാതെ നമ്മളിതിലേക്ക് ചെയ്യുന്നത് സ്പീക്കർ സിസ്റ്റം, ഇൻഫിനിറ്റിയുടെ 4 ഡോറിലേക്കും ഇൻഫിനിറ്റിയുടെ സ്പീക്കർ സിസ്റ്റം കാര്യങ്ങൾ, അതുപോലെ തന്നെ അതിൻ്റെ വയറിങ് കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓരോന്നിനും ഓരോ കളറിലുള്ള വയറിങ് കാര്യങ്ങളാണ്. വയർ കട്ട് ചെയ്യുമോ വാറണ്ടി പോവുമോ എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടത്. ഇതാണ് മാസ്റ്റർ കപ്ലർ. ഒറിജിനൽ മാരുതിയുടെ ബ്ലൂ കപ്ലറിന് നമ്മൾ നമ്മുടെ സ്റ്റീരിയോയുടെ പ്ലഗിങ് ചെയ്തേക്കുന്നതാണിത്. അതുപോലെ തന്നെ മാരുതിയുടെ ഒറിജിനൽ FM കപ്ലറാണിത്. അതിലേക്ക് നമ്മൾ പ്ലഗിങ് ചെയ്തിരിക്കുന്നതാണിത്, ഗ്രേ കളറിലുള്ളത്. പിന്നെ നമ്മുടെ ഓരോ കേബിളുകളായിട്ട് ഇതുപോലെ വരും. 360യുടെ 4 ക്യാമറയുടെ വയറിംഗ് ആണിത്. കറക്റ്റ് സ്ലീവും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ള സോക്കറ്റ് ഉപയോഗിച്ചിട്ടുള്ള ക്യാമറകളാണ് നമ്മുടെ ഈ ഒരു വയറിംഗ് വരുന്നത്. ബാക്കി ഇതെല്ലാം നമ്മൾ സോക്കറ്റിങ് ചെയ്യുന്നത് പ്ലഗിങ് ആണ് നമ്മുടെ സ്റ്റീരിയോയിലേക്ക് നമുക്ക് വരുന്നത്. എല്ലാത്തിനും ഓരോന്നും അതായത് കളർ കോഡുകൾ അനുസരിച്ചാണ് ഇതിൻ്റെ വയറിങ് കാര്യങ്ങളെല്ലാം വരുന്നത്. FMൻ്റെ പ്ലഗിങ് കാര്യങ്ങളെല്ലാം ഇതിൽ തന്നെയുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോന്നിൻ്റെയും വയറിങ് കൃത്യമായിട്ടാണ് നമ്മുടെ ഫിഗ്മെൻറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾ പേടിക്കുന്ന പോലെയുള്ള വയർ കട്ടിങ്ങോ വാറണ്ടി പോകുന്ന ഇഷ്യൂ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. മാക്സിമം നല്ല രീതിയിൽ തന്നെയാണ് ഓരോ ഫിഗ്മെൻറ്റുകളും നമ്മളിവിടെ ചെയ്യുന്നത്. സ്പീക്കർ ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പേ അതിൻ്റെ സ്പേസർ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ വാഹനത്തിലേക്ക് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യും. സ്പേസർ ഫിറ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വില കൂടിയ സ്പീക്കറുകൾ ഫിറ്റ് ചെയ്യുമ്പോൾ പുതിയ വാഹനങ്ങളുടെ ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങുന്ന ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ആ വെള്ളം ഇറങ്ങിയാലും നനയാത്ത രീതിയിൽ സ്പീക്കറിനെ പ്രൊട്ടക്റ്റ് ചെയ്യണമെങ്കിൽ ഇതുപോലെയുള്ള സ്പേസറുള്ള റെയിൻ ഗാർഡ് വെച്ചാൽ മാത്രമേ അതിന് പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലെയുള്ള സ്പേസറുകൾ നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടാണ് ഈ ഒരു സ്പീക്കറുകൾ നമ്മൾ പിടിപ്പിക്കാൻ പോകുന്നത്. അതുപോലെ നമ്മൾ കൃത്യമായിട്ട് സ്പേസറുകൾ 4 ഡോറിലേക്ക് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഇൻഫിനിറ്റിയുടെ സ്പീക്കർ സിസ്റ്റമാണ് നമ്മളിതിലേക്ക് ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. പുറകിലെ ക്യാമറ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെയാണ് നമ്മുടെ പുറകിലെ ക്യാമറ നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തിരിക്കുന്നത്. നല്ല വിഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഓപ്ഷനിലേക്ക് നമ്മൾ ക്യാമറ സെലക്ട് ചെയ്യുന്നത്. 360 ക്യാമറ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഒരു ആംഗിളിൽ തന്നെ 360 വെച്ചാലാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള കവറേജ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഓരോ ഫിഗ്മെൻറ്റും നമ്മുടെ കൃത്യമായി ചെയ്ത് കഴിയാറായിട്ടുണ്ട്. സ്പീക്കറിൻ്റെ കപ്ലർ ഇതുപോലെ നമ്മൾ പ്ലഗിങ് ചെയ്തിട്ടാണ് നമ്മൾ സ്പീക്കറിൻ്റെ ഇൻസ്റ്റാളേഷൻ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്പീക്കറിൻ്റെ വയറിങ് പോലും നമ്മൾ കട്ട് ചെയ്യാതെ തന്നെയാണ് നമ്മുടെ സ്പീക്കറിൻ്റെ ഇൻസ്റ്റാളേഷൻ. അതുപോലെയാണ് നമ്മുടെ സ്പീക്കറിൻ്റെ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം വരുന്നത്. സ്പേസർ കാര്യങ്ങളെല്ലാം വെച്ചിട്ടാണ് നമ്മുടെ ഫിറ്റിങ്സ്. അപ്പോൾ ഇൻഫിനിറ്റിയുടെ ഫ്രണ്ട് ഡോറിലേക്ക് നമ്മുടെ സ്പീക്കറിൻ്റെ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് ഡോറ്, റൈറ്റ് സൈഡ് ഡോറ് നമ്മുടെ പാക്കിങ് ചെയ്യാൻ പോകണം. അപ്പോൾ ഓരോ സ്പീക്കറുകളും ചെയ്ത് നമ്മുടെ സ്പീക്കർ വയറിങ് കാര്യങ്ങളെല്ലാം ചെയ്ത് നമ്മുടെ പാക്ക് ചെയ്തു. അതുപോലെ തന്നെ ബാക്ക് ഡോറിലേക്ക് നമ്മുടെ സ്പീക്കറിൻ്റെ ഫിറ്റിങ്സ് കഴിഞ്ഞു. 2 ഡോറിലേക്ക് നമ്മുടെ സ്പീക്കറിൻ്റെ ഫിറ്റിങ്സ് കഴിഞ്ഞു, നമ്മുടെ പാക്കിങ് കഴിഞ്ഞു. ഇനി നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മുടെ ഡോറ് സ്പീക്കർ കാര്യങ്ങളെല്ലാം ഇൻസ്റ്റാളേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നു.
അപ്പോൾ അതുകൂടി കഴിഞ്ഞാൽ നമ്മുടെ 4 ഡോറിലെയും വർക്കുകൾ, നമ്മുടെ സ്പീക്കറുകളുടെ വർക്ക് ഏകദേശം നമ്മുടെ കംപ്ലീറ്റ് ആവും. ഈ ഒരു ഡോറ് നമുക്ക് പാക്ക് ചെയ്യണം. കുറച്ചും കൂടി പെർഫോമൻസ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതിൽ ഡോറ് ഡാമ്പിങ് കാര്യങ്ങളെല്ലാം ചെയ്യാം. അപ്പോൾ അത്യാവശ്യം നല്ല പെർഫോമൻസ് കിട്ടും. അപ്പോൾ നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡ് ഡോറിൻ്റെയും വർക്കിംഗ് കഴിഞ്ഞു. ഇനി നമ്മൾ ആ ഡോറ് നമ്മളിത് പാക്ക് ചെയ്യാൻ പോവാണ്. ഇനി നമുക്കിത് 360 വയറിങ് കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്ത് സിസ്റ്റം നമുക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യണം. അപ്പോൾ നമ്മുടെ വാഗണറിലേക്കുള്ള ഡോർ സ്പീക്കറുകളുടെ ഫിറ്റിങ്സ്, അതുപോലെ തന്നെ വയറിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ക്യാമറകൾ എവിടെയൊക്കെയാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചു തന്നു. ഫ്രണ്ടിൽ വരുന്ന ക്യാമറ എവിടെയാണ്, അതുപോലെ തന്നെ ബാക്കിൽ വരുന്ന ക്യാമറകൾ എവിടെയാണ്, അതുപോലെ തന്നെ സൈഡ് മിററിൽ വരുന്ന ക്യാമറകൾ എങ്ങനെയാണ് ഫിറ്റിങ്സ് ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ വീഡിയോസിൽ നമ്മൾ പറഞ്ഞു. ഇനി അതിന് എത്ര രൂപ ചിലവ് വരും, ഇനി അതിൻ്റെ ഫിറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടുള്ള വർക്കിംഗ് എങ്ങനെയാണ്, അതിൻ്റെ ക്യാമറകളുടെ വിഷൻ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് കാണിച്ചു തരാം. പിന്നെ അതിൻ്റെ സൗണ്ട് ക്വാളിറ്റി എങ്ങനെയാണ്, അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. 4 ഡോറ് കാര്യങ്ങളെല്ലാം പാക്കിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി മെയിനായിട്ട് നമുക്ക് സ്റ്റീരിയോയുടെ ഒരു ഫിറ്റിങ്സാണ് നമുക്ക് ബാക്കി വരുന്നത്. ഇനി 360 കാലിബ്രേഷൻ കാര്യങ്ങളെല്ലാം ചെയ്യണം. അതുപോലെ തന്നെ എല്ലാ ക്യാമറകളും അലൈൻമെൻറ്റ് കാര്യങ്ങളെല്ലാം ചെയ്ത് ക്യാമറകൾ ഫിറ്റിങ്സ് പെർമനൻ്റ് ആയിട്ടുള്ള ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം ചെയ്യണം. ഇപ്പോൾ ഒരു ടെമ്പററി ഫിറ്റിങ്സ് എന്ന പോലെയാണ് ഈ ഒരു ക്യാമറകൾ ഇതുപോലെയൊക്കെ വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആംഗിളും കാര്യങ്ങളെല്ലാം കൃത്യമാക്കി ഉള്ളിലേക്ക് പ്രസ് ചെയ്ത് കയറി പോകും. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫിറ്റ്മെൻറ്റ് കാര്യങ്ങളെല്ലാം വരുന്നത്. ഇനി നമുക്ക് പ്രധാനമായിട്ട് നമ്മുടെ ആൻഡ്രോയിഡിൻ്റെ സിസ്റ്റം ഫിറ്റിങ്സ് മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ചെയ്തിരിക്കുന്നത് ഓൺഗിയോ എന്ന് പറഞ്ഞ ബ്രാൻഡ് 360 ക്യാമറയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു 360 ക്യാമറയുടെ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഒരുപാട് വീഡിയോസിൽ നിങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ക്യാമറയുടെ ഒരു കിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2K റെസൊല്യൂഷനിലുള്ള ഒരു മോക്കോ ഡിവൈസിൽ വരുന്ന ഒരു ക്യാമറയാണ് നമ്മൾ ഇതിൻ്റെ കൂടെ നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബെസ്റ്റ് ക്വാളിറ്റി, അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയിലും നല്ല ക്ലാരിറ്റിയിലും നിങ്ങളെ ഒരു സിസ്റ്റം നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഓൺഗിയോഡ് സിസ്റ്റം നല്ല ക്വാളിറ്റി എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ ക്യാമറകളുടെ ക്ലാരിറ്റി കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചു തരാം. 2 ഇയർ ആണ് നമുക്ക് ഇതിൻ്റെ വാറണ്ടി കാര്യങ്ങളെല്ലാം വരുന്നത്. അപ്പോൾ ഇന്ന് വാഗണറിലേക്ക് ചെയ്തിരിക്കുന്ന വർക്കുകൾ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. അപ്പോൾ അതിന് ചെയ്തിരിക്കുന്ന ക്യാമറകളും, അപ്പോൾ ക്യാമറകൾ എവിടെയെല്ലാം വരുന്നു എന്നുള്ളതെല്ലാം വ്യക്തമായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ നല്ല ക്വാളിറ്റി കാര്യങ്ങളെല്ലാം നിങ്ങൾക്കും ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങളുമായി കോൺടാക്ട് ചെയ്യുക. ഈ ഒരു സിസ്റ്റം നമുക്ക് കാലിബ്രേഷനും ഫിറ്റിങ്സും കാര്യങ്ങളും എല്ലാം അടക്കം വരുന്ന റേറ്റ് 35,000 രൂപ. അതായത് ഇതുപോലെ നമ്മൾ പാനലിൽ കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്തു. ഗ്ലോസി ഫിനിഷിംഗ് പാനലിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ പുതിയ വാഹനങ്ങളിലെല്ലാം ഗ്ലോസി ഫിനിഷിംഗ് ആണ് പാനലിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അതേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റുള്ള ആൻഡ്രോയിഡുകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് നമ്മുടെ ഈ ഒരു ഓൺഗിയോയുടെ സിസ്റ്റം വരുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള നല്ല ക്വാളിറ്റി സിസ്റ്റംസ് നിങ്ങളുടെ വാഹനങ്ങളിലേക്കും ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ ശ്രദ്ധിക്കും. പ്രധാനപ്പെട്ട ഇൻസ്റ്റാളേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റീരിയോയുടെ ഒരു ഫിറ്റിങ്സ് ആണ്. അപ്പോൾ അതിൻ്റെ ഓരോ കപ്ലറുകളായിട്ട് നമ്മളത് പ്ലഗിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായിട്ട് ഓരോന്നും പ്ലഗിങ് ചെയ്ത് നമ്മുടെ സ്റ്റീരിയോ നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പോകും. നമ്മുടെ സ്റ്റീരിയോയുടെ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഏകദേശം വർക്കുകൾ കാര്യങ്ങളെല്ലാം നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വാഗണറിലേക്ക് 4 ഡോർ സ്പീക്കർ, അതുപോലെ തന്നെ 4 ഡോറിലേക്ക് സ്പേസർ, വയറിങ്, കപ്ലർ ഫിറ്റിങ്സ്, അതുപോലെ തന്നെ 360 4 ക്യാമറകളുടെ ഇൻസ്റ്റാളേഷൻ, അതുപോലെ തന്നെ മിറർ കാര്യങ്ങളെല്ലാം ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അതുപോലെ തന്നെ വയറിങ് കാര്യങ്ങളെല്ലാം ചെയ്ത് നമ്മുടെ സിസ്റ്റം ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് അറിയേണ്ടത് അതിൻ്റെ ക്ലാരിറ്റി, ക്യാമറയുടെ വിഷൻ എങ്ങനെയാണ്, അതിൻ്റെ സൗണ്ട് ക്വാളിറ്റി എങ്ങനെയാണ് കൃത്യമായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോസ് കാര്യങ്ങളെല്ലാമാണ് ഞാൻ നിങ്ങളെ ഇത്ര നേരം കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു ക്യാമറകൾ എവിടെ വരും, അതിൻ്റെ ഫിറ്റ്മെൻറ്റ് എങ്ങനെയാണ്, സ്പീക്കറുകൾ ഫിറ്റ് ചെയ്തു, സ്പീക്കറുകൾ എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുക, അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ നമ്മൾ നിങ്ങൾക്കിലേക്ക് കൃത്യമായിട്ട് എത്തിക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി അതിൻ്റെ വർക്കിംഗ് ആണ് നിങ്ങൾക്ക് കാണേണ്ടത്. അത് എത്രത്തോളം ഭംഗിയാണ്, എത്രത്തോളം വാഹനം ഓടുമ്പോൾ എങ്ങനെയാണ് ക്ലിയർ, കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് വ്യക്തമായിട്ടൊന്ന് കാണിച്ചു തരാം. ഇനി നമ്മുടെ സിസ്റ്റം കാലിബ്രേഷൻ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ബാക്കിയുള്ളത്. അപ്പോൾ നമ്മുടെ വാഗണറിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്ന 4 ക്യാമറയും അതിനെ കൃത്യമായിട്ട് കാലിബ്രേറ്റ് ചെയ്താലേ നമ്മൾ ഈ ചെയ്ത ഒരു വർക്കിനുള്ള പെർഫെക്ഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ മോക്കോയുടെ ഡിവൈസും അതുപോലെ തന്നെ നമ്മുടെ ഓങ്കിയോടെ ഒരു സിസ്റ്റവും അതിൻ്റെ ക്യാമറകളും കാര്യങ്ങളും എല്ലാം തന്നെ നമ്മൾ ഇതിലേക്ക് കാലിബ്രേഷൻ എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 4 ക്യാമറകളും ആംഗിള് കാര്യങ്ങളെല്ലാം കൃത്യമാക്കി പെർഫെക്റ്റ് ആക്കി ഒരു 360 ബെഡ് വ്യൂ നിങ്ങൾക്ക് ഇതിലേക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഒരു കാലിബ്രേഷൻ ചെയ്തേ പറ്റൂ. അപ്പോൾ നമ്മുടെ 4 ക്യാമറകളെയും ഒരുപോലെ നല്ല കൃത്യമായിട്ട് കോർണറുകൾ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് നമുക്ക് ലെഫ്റ്റ് എടുക്കുമ്പോൾ ലെഫ്റ്റ് സൈഡും അതുപോലെ തന്നെ റൈറ്റ് എടുക്കുമ്പോൾ റൈറ്റ് സൈഡും നല്ല വ്യക്തമായി കാണുന്ന രീതിയിൽ അതിനെ ഓരോ പിൻ പോയിന്റിങ്ങിൽ വെച്ച് കാലിബ്രേഷൻ നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു 360 ഒരു വ്യൂ കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് വാഹനം ഓടിച്ച് നോക്കാം. അപ്പോൾ എങ്ങനെയാണ് കാണുക എന്നുള്ളതൊക്കെ. ക്ലാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അട്ടാറ് ക്ലാരിറ്റി തന്നെയാണ് കേട്ടോ. നേരിട്ട് കാണുന്നതിലും ക്ലാരിറ്റി എന്ന് തന്നെ പറയാം.
അത്യാവശ്യം നല്ല ക്ലാരിറ്റി. നമുക്ക് വാഹനം ഒന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിനി യാത്ര ചെയ്യാം. ഒരു 360 ഡിഗ്രി ഫിറ്റ് ചെയ്ത ഒരു ക്യാമറ ഫിറ്റ് ചെയ്ത ഒരു വാഹനം റൺ ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരിക എന്നുള്ളത് ഇതുപോലെയാണ് കേട്ടോ. വളരെ കൃത്യമായിട്ട് നമുക്ക് നേരിട്ട് കാണുന്നതിലും മനോഹരമായിട്ട് നമുക്കിതിൻ്റെ ഫ്രണ്ട് കാണാം. സാധാരണ നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്ന ഒരു 360യിൽ നിന്നും ടോട്ടലി ചേഞ്ചാണ് 2K റെസൊല്യൂഷനുള്ള ഒരു ക്യാമറകൾ. സാധാരണ നമ്മൾ ഫുൾ HD ക്യാമറകളാണ് നമ്മൾ ഫിറ്റ് ചെയ്താറ്. ഇപ്പോൾ വന്നിരിക്കുന്നത് 2K റെസൊല്യൂഷനാണ്. ഈ 2K റെസൊല്യൂഷൻ ആയതുകൊണ്ട് തന്നെ വളരെ മനോഹരമായിട്ട് നമുക്കിത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഓരോ ഓപ്ഷനുകളും കാര്യങ്ങളെല്ലാം നമുക്കിതിൻ്റെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ലെഫ്റ്റിലേക്ക് നമ്മൾ ഇൻഡിക്കേറ്റർ ഇടുന്നു. ലെഫ്റ്റ് സൈഡ് ഇതുപോലെ നമുക്ക് കൃത്യമായിട്ട് ഫുള്ളായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് 360യുടെ ഏറ്റവും വലിയൊരു ഗുണം തന്നെ പറയാം. നമുക്കിനി റൈറ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ റൈറ്റ് സൈഡ് ഫുള്ളായിട്ട് നമുക്കിതുപോലെ കാണാൻ സാധിക്കും. പിന്നെ നമ്മൾ പോകുന്ന വഴികൾ ഫുള്ളായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക എന്ന് പറയുമ്പോൾ അത് വളരെയേറെ ഉപകാരപ്രദം തന്നെയാണ് കേട്ടോ. ഇനി നമുക്ക് ഒരു ഭാഗത്ത് നിന്ന് നമ്മളിത് വളയ്ക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് നമ്മൾ വളയ്ക്കുന്ന ഭാഗങ്ങളെല്ലാം ഈ ഒരു പോർഷനിൽ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് വാഹനത്തിൻ്റെ പുറകിലും അതുപോലെ തന്നെ വാഹനത്തിൻ്റെ ഫ്രണ്ടിലും സൈഡിലുമുള്ള തടസ്സങ്ങൾ നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മുടെ ബാക്ക് ക്യാമറയുടെ ഒരു വിഷൻ കണ്ട പക്ക ക്ലാരിറ്റി എന്ന് പറയാൻ നമുക്ക് ഓരോ ക്യാമറകളും ഒന്നിനൊന്ന് മെച്ചം തന്നെ പറയാം. അത്രയും ക്ലാരിറ്റിയാണ് ഓങ്കിയോ മോക്കോ സീരീസിൽ വരുന്ന ഈ ഒരു 360 ഡിഗ്രി ക്യാമറ. അപ്പോൾ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ വളരെയേറെ സൗകര്യപ്രദമായൊരു കാര്യമാണ് കേട്ടോ ഈ ഒരു 360 ഡിഗ്രി ക്യാമറ. നമുക്ക് യാത്ര ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഓരോ ഓപ്ഷനും നമുക്ക് കൃത്യമായിട്ട് കാണാം. ഇതുപോലെ നമുക്ക് ബാക്ക് ക്യാമറ നമുക്ക് ഫുള്ളായിട്ട് നമുക്കിതുപോലെ കാണാൻ സാധിക്കും. പിന്നെ നമുക്ക് പ്രത്യേകിച്ചുള്ളൊരു ഗുണം 3 സൈഡും നമുക്കിത് ഇതുപോലെ കാണാൻ സാധിക്കും. 2 സൈഡും കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഫുൾ വ്യൂ ഫ്രണ്ട് വ്യൂ ആയിട്ട് നമുക്കിത് ഇതുപോലെ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്കിത് 3 സൈഡ് കാറിൻ്റെ ഫ്രണ്ടും ബാക്കും അതുപോലെ തന്നെ ലെഫ്റ്റ് ടു റൈറ്റ് നമുക്ക് ഫുള്ളായിട്ട് നമുക്കിത് ഇതുപോലെ കാണാൻ സാധിക്കും. പിന്നെ നമുക്ക് കാറിൻ്റെ 3D വ്യൂ, ഇതാണ് കാറിൻ്റെ ഒരു 3D വിഷൻ എന്ന് പറയുന്നത്. ഇതുപോലെയാണ് നമുക്ക് 360 ഡിഗ്രി ക്യാമറ ഫിറ്റ് ചെയ്ത് നമുക്ക് യാത്രകളെല്ലാം മനോഹരമാക്കാം. നല്ല ധൈര്യത്തോടു കൂടി നമുക്ക് യാത്ര ചെയ്യാം. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് ഇതുപോലെ അപ്പോൾ നിങ്ങൾ ഫിറ്റ് ചെയ്യാൻ പോകുന്ന സിസ്റ്റത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ള അറിവുണ്ടാവുക. ആ സിസ്റ്റത്തിൽ എത്രത്തോളം ക്വാളിറ്റി കിട്ടും, അതിന് എത്രത്തോളം വാട്ട്സ് ഉണ്ട്, അതിൻ്റെ പ്രൊസസ്സർ ഏതാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നോക്കി നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് നല്ല ക്വാളിറ്റിയുള്ള സിസ്റ്റം തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു വാഗണറിലേക്ക് ചെയ്തിരിക്കുന്ന വർക്കുകൾ. സ്പീക്കർ കാര്യങ്ങളെല്ലാം ഫിറ്റിങ്സ് നിങ്ങൾക്കെല്ലാം ഞാൻ കാണിച്ചു തന്നു. അതുപോലെ തന്നെ സിസ്റ്റം ക്യാമറകൾ എല്ലാം കാണിച്ചു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്കും ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുമായി കോൺടാക്ട് ചെയ്യുക. നമ്മുടെ സ്ഥലം ഇരിഞ്ഞാലക്കുടയാണ്. കോൺടാക്ട് ചെയ്യുന്ന നമ്പർ 7306293594. മറ്റൊരു നല്ല വീഡിയോയുമായി വരുന്നവരെ ടാറ്റ ബൈ.